അവരുടെ മുമ്പിൽ ഞാൻ ഇനിയും നല്ല കഥാപാത്രങ്ങൾ ചെയ്താൽ മാത്രമേ അവരെന്നെ മനസ്സിലേക്ക് എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അവർക്ക്. കാര്യം എന്നെക്കാട്ടി ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് നല്ല പെർഫോം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനത് എൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്താലേ പറ്റുള്ളൂ. അതിനുവേണ്ടി ഞാൻ 100% അതിൽ ഒരു ഇൻവോൾവ് ആയേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ചെയ്തു. പിന്നെ അതിന് ഏറ്റവും സപ്പോർട്ട് വേണം. ഇപ്പം എനിക്ക് ആ ക്യാരക്ടർ ഞാൻ മാത്രം വിചാരിച്ചാൽ ശരിയാവില്ല. ഒന്നാമത്തെ കാര്യം നല്ല സ്ക്രിപ്റ്റ്, മുരളിച്ചേട്ടൻ്റെ സ്ക്രിപ്റ്റ്. മുരളിച്ചേട്ടൻ അതിന് എന്നെ ഒരുപാട്, അദ്ദേഹത്തിനോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട കാര്യം. ഞാൻ ഒരു സമയത്ത് സ്റ്റക്കായി നിൽക്കുന്ന സമയത്താണ് എനിക്ക് അദ്ദേഹം ഈ കഥാപാത്രം എൻ്റെ അടുത്തേക്ക് തരുന്നത്. അപ്പോൾ എനിക്കൊരു പുതിയൊരു വാതിലൂടെ അദ്ദേഹം തുറന്നിടുകയാണ് ചെയ്തതെന്നാണ് എനിക്ക് സ്വയം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഡ്രംസ് വായിക്കുന്ന പോലെ അഭിനയിക്കുകയാണല്ലോ ചെയ്യുന്നത്. പക്ഷെ അതിന് വേണ്ടിട്ട് അപ്പനയുടെ ഭാഗത്ത് വലിയ ശ്രമം ഉണ്ടായിട്ടുണ്ട്. അപ്പന് സമയം എടുത്ത് പഠിച്ചിട്ടുണ്ട്. അതെ. ഇങ്ങനെയൊക്കെ കൂടി പണിയെടുക്കാൻ കൂടി പറ്റുന്ന ഒരു സ്പേസിലേക്ക് കൂടി എത്തിയത് അല്ല, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആവശ്യം നമ്മുടെ ഒരു ഡ്രമ്മ്. സത്യം പറഞ്ഞാലും മുരളിച്ചേട്ടൻ കഥ പറയുന്ന സമയത്ത് തന്നെ എന്നോട് പറഞ്ഞു, ഷാർത്ത ഡ്രമ്മ് പഠിച്ചേ പറ്റൂ, ഡ്രമ്മറാണ് ഇതിൽ, ഡ്രമ്മ് വായിക്കണം. അപ്പം ഞാൻ കരുതി ഷൂട്ടിംഗ് അല്ലേ, ഡ്രമ്മ് കുറച്ചൊക്കെ നമുക്ക് നോക്കാം എന്ന് കരുതി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ എന്നോട് മുരളിച്ചേട്ടൻ പറഞ്ഞു, ഡ്രമ്മ് പഠിച്ചിട്ട് എനിക്ക് അപ്പാനി അത് വീഡിയോ എടുത്ത് അയച്ചു തരണം എന്ന് പറയുന്നിടത്ത് ടാസ്ക് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അപ്പം തൊട്ട് ഡ്രമ്മ് 3 മാസമായിട്ട് എടുത്ത് ഡ്രമ്മ് പഠിച്ചു എന്ന് വെച്ചാൽ മുഴുവനായിട്ട് പഠിച്ചിട്ടില്ല. എന്നാലും ഇപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരു റൗണ്ട് വായിക്കും. ആ ഒരു ലെവലിലേക്ക് എനിക്ക് ഡ്രമ്മ് പഠിക്കാൻ പറ്റി. ടാസ്ക് ആയിരുന്നു ശരിക്കും പറഞ്ഞു. നമ്മൾ ചെണ്ട കൊട്ടുന്ന പോലെ അല്ലെങ്കിൽ ജിംബ യൂസ് ചെയ്യുന്ന പോലെ ഒന്നും അല്ലല്ലോ. കുറേ ഐറ്റംസ് ഉണ്ട്. അത് ഭയങ്കര വർക്ക്ഷോപ്പ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. അത് ഒന്ന് നമ്മളെ മെന്റലി നമ്മൾ ഭയങ്കര കോർഡിനേഷൻ, ഭയങ്കര റിലാക്സ്ഡ് ആവും. ഞാൻ അത് പഠിക്കാൻ പോയതെടുത്തെന്നാണ് ജാക്സണിലേക്ക് എനിക്ക് കയറാൻ പറ്റിയത്. ഒരുപക്ഷെ ഞാൻ അത് പഠിക്കാതെ ഞാൻ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ എനിക്ക് ജാക്സണിലേക്ക് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. ആ ഒരു ബോഡി ലാംഗ്വേജും ആ ഒരു സ്റ്റൈലും ഒക്കെ എനിക്ക് കിട്ടിയത് കൊണ്ടാണ്, അത് പഠിക്കാൻ പറ്റിയത് കൊണ്ടാണ്. അതെന്നെ പഠിപ്പിച്ച മാഷിനോട് നന്ദി. അദ്ദേഹം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, ഫുൾ ടൈം ലൊക്കേഷനിലും കൂടെ തന്നെ ഉണ്ടായിരുന്നു. സെറ്റിലും ഡ്രം ഉണ്ടായിരുന്നു. എനിക്കൊരു സെക്കൻഡ് ഹാൻഡ് ഡ്രമ്മൊക്കെ അവർ വാങ്ങി തന്നു പ്രാക്ടീസ്. ആ റൂമിന്റെ സൈഡിൽ കൊണ്ടുപോയി ഡ്രം, എപ്പോഴും ഡ്രം കൊട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിന്റെ സ്റ്റിക്ക് കറക്കണ ഒരു സീൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഡ്രമ്മറുടെ ഒരു ബോഡി ലാംഗ്വേജ് സ്പീഡില്ല, ആ സ്പീഡ് തന്നെയാണ് ബാക്കിയുള്ള കുറച്ച് വയലന്റ് സീനുകളിലും ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ 10 വർഷത്തിനിടയില് ആരെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടോ അപ്പാനി പോകുന്ന റൂട്ട് ശരിയല്ല, ഇത്ര അധികം പടങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല? നിങ്ങളുടെ ആദ്യ സിനിമ കഴിഞ്ഞപ്പോ മലയാളത്തിൽ ധനുഷിനെ പോലെ പവർ ഉള്ള ഒരു ആക്ടർ എന്നൊക്കെയുള്ള രീതിയിലാണ് റൈറ്റപ്പ് വന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ സങ്കടത്തോടു കൂടി പറഞ്ഞ സിനിമയിലകത്തുള്ള ആളുകളുണ്ടോ? പിന്നെ ഒത്തിരി സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ, ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരോട് എന്താ മറുപടി പറഞ്ഞത്? ഞാൻ പറഞ്ഞു, വരാം, വെയിറ്റ്, നമുക്ക് നല്ല പരിപാടികൾ വരും ബ്രദർ, നമുക്ക് ചെയ്യാം. ഞാൻ അങ്ങനെ തന്നെയാണ് നോക്കും, അതിന് വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത്. ചെയ്യാം, വെയിറ്റ് ചെയ്യാം. ഒത്തിരി പേര് പറയും, നമ്മൾ ഇഷ്ടമുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്, പറയും ശരത്ത് ഇങ്ങനെ ഇഷ്ടം പോലെ പടങ്ങൾ ചെയ്യരുത്, നോക്കി ചെയ്യണം. പിന്നെ പറഞ്ഞു മടുത്തവർക്ക് ഇവൻ എന്തോ ചെയ്യട്ടെ എന്ന രീതിയിൽ അങ്ങനെ. പക്ഷെ അത് സാഹചര്യമല്ലേ, നമ്മുടെ സിറ്റുവേഷൻസ് ആണല്ലോ നമ്മളെ എല്ലായിടത്തും കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ അത് മനഃപൂർവ്വമായിട്ടല്ല എന്നുള്ളതാണ്. കിട്ടുന്ന വേഷങ്ങൾ ചെയ്യുക, ഭംഗിയായിട്ട് ചെയ്യുക, ശ്രമിച്ചുകൊണ്ടിരിക്കും, അത്ര തന്നെ. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കൊരു നല്ലൊരു കഥാപാത്രം നമ്മളെ തേടി വരും, അപ്പൊ നമുക്ക് ലൈഫ് ഉണ്ടാകും എന്ന് ഒരിക്കലുമില്ല. എന്താണ് ചോദ്യം? അങ്ങനെ ചോദിക്കാനേ എന്നോട് പാടില്ല. ഞാൻ ഒരിക്കലും സിനിമ എന്നുള്ള എൻ്റെ അഭിനയ ജീവിതം ഒരിക്കലും ഞാൻ വിടില്ല, ഒരിക്കലും വിടില്ല. അതിന് സിനിമ ഇല്ലാതായാൽ പോലും, എന്നെ ആരും വിളിച്ചില്ലെങ്കിൽ പോലും, എനിക്ക് സിനിമകൾ അവസരം നഷ്ടപ്പെട്ടാലോ, എനിക്ക് എൻ്റെ അഭിനയം, അങ്ങനെ ഞാൻ ഒരിക്കലും സിനിമ വിടില്ല. സിനിമയിൽ അഭിനയം നിർത്തില്ല ഞാൻ. അത് നമുക്ക് എത്ര വർഷമായി, എനിക്ക് വലിയ പ്രായം ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തുടങ്ങിയില്ല, എൻ്റെ വളരെ കുട്ടിക്കാലം തൊട്ട് ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയതാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അഭിനയം വിടില്ല, അഭിനയിച്ചുകൊണ്ടേയിരിക്കും. സിനിമ, നാടകം എല്ലാം ഉണ്ടല്ലോ നമുക്ക് മാധ്യമങ്ങൾ. ഇതിന് ശേഷം ഈ ആനന്ദങ്ങാടിന് ശേഷം ഇപ്പൊ വരുന്ന റിവ്യൂസിനകത്തും അല്ലെങ്കിൽ ഇപ്പൊ വരുന്ന ഈ അഭിനന്ദന പ്രകടനങ്ങളുടെ ഒക്കെ ഇടയില്, ഈ വരുന്ന അപ്രീസിയേഷൻസിന്റെ ഇടയിൽ ആരെങ്കിലും പറയുന്നുണ്ടോ ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്, അങ്ങനെ പറയുന്നവരുണ്ടോ? ഒത്തിരി പേര്. അതായത് ഈ അങ്കമാലിയില് ഈ അപ്പാനിയെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഡെഫിനറ്റ്ലി ഒത്തിരി പേരുണ്ട്. അപ്പം അവര് ഈ ഭാര്യയായിട്ട് വഴക്ക് കൂടിയിട്ടേ അയാളെ കുട്ടിയെ പിടിച്ചിട്ട് പുറത്ത് പോയി നിൽക്കുമ്പോ യൂക്ലാംബുരാജ് വന്ന് പുറത്ത് കൈ, ഓ
അവരൊന്ന് ക്രിമിനൽസ് ആയിക്കോട്ടെ, പക്ഷെ അവരുടെ ഇടയിലത്തെ ആ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അയാൾക്ക് ഒരു ഫാമിലി ഉണ്ടല്ലോ, ക്രിമിനൽസിന് ഫാമിലി ഉണ്ടാവും. ആ വാംത്ത് കാണിച്ചിട്ട് ആ സട്ടിലിറ്റി. കാര്യം ഇവര് പ്രശ്നം ഉണ്ടാക്കുന്നതിന് താല്പര്യം ഇല്ല അപ്പൊ എനിക്ക് ആ സമയത്ത്. പക്ഷെ ഇവനും കാരണം, അളിയൻ കാരണം ഇങ്ങനെ പ്രശ്നവും ഉണ്ടായി. എന്നാ എനിക്ക് എന്റെ മറ്റേ വില്ലനിസം വിടാനും പറ്റൂല. കൊച്ചായി, കുടുംബമായി, എങ്ങനെയെങ്കിലും ഞാൻ പോർക്ക് വെച്ചോടൊക്കെ ചെയ്ത് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കി. ഇവൻ കാരണം നടക്കുന്നതുമില്ല. അതിന്റെയൊക്കെ ഉള്ളൊരു ദേഷ്യത്തിൽ പുറത്തിറങ്ങി നിന്നതാണ് ആ സമയത്ത്. അപ്പോഴാണ് ഷൂട്ടിങ് ഓപ്പോസിറ്റ് ഒരാൾ അവിടെ കയറി നിന്ന്. സത്യം പറഞ്ഞ ആ സീനെ അത് ആക്ച്വലി അവിടെ അങ്ങനെ ഒരാളെ പറഞ്ഞിട്ടില്ലായിരുന്നു. അതായത് എന്നോട് അങ്കമാലിയിൽ ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ വീട്ടിൽ ബഹളം ഉണ്ടാക്കിയിട്ട് ശരത്ത് ഇറങ്ങി പോക്കിയോ, പുറത്തിറങ്ങിപ്പോയി നിൽക്കാൻ നേരത്ത് യൂക്ലാമ്പ് ഇവിടെ അവനെ ചവിട്ടിയിട്ട് യൂക്ലാമ്പ് പുറത്തിറങ്ങി വരും, തോളിൽ കൈ വയ്ക്കും. അത്രേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഞാനിങ്ങനെ അപ്പൊ അവിടെ ഷൂട്ടിങ് തുടങ്ങിയപ്പോൾ തന്നെ എല്ലാ സെറ്റിലുള്ള എല്ലാ ആൾക്കാരെയും മാറ്റുമല്ലോ, മാറിക്കോളാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ അവിടെ നിന്ന് സാധനം എടുത്ത് ഞാൻ കൊട്ടി പുറത്തിറങ്ങി നിന്നപ്പോഴാണ് ഒരു ആവശ്യമില്ലാതെ വാതിൽ പറഞ്ഞു ഷൂട്ടാണ് വന്ന് എത്തി നിന്നതാ. ഞാൻ എന്താണ് നോക്കിക്കണ കയറിപ്പടാ എന്ന് പറയുമ്പോൾ അയാളും കയറി പോവുകയും ചെയ്തു. അത് സിനിമയിൽ വന്നു, അതിന് ഭയങ്കര കൈയടി കിട്ടി. അപ്പൊ അങ്ങനെ അതൊരു വേറൊരു വേൾഡ്, കഥാപാത്രത്തിലേക്കുള്ള പ്രയാണം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അത് വേറൊരു വേൾഡ്. അതെ, അത് വേറൊരു വേൾഡ്. ജാക്സണും ഷൂട്ടിങ്ങും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ കോവിഡിന് ശേഷമൊക്കെ കുറച്ചും കൂടി ഈ സ്ഥലം സ്പെസിഫിക് ഒക്കെ ആയിട്ട് ആളുകള് സിനിമയുടെ ഗാങ് എന്ന് പറയാൻ പറ്റില്ല, സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ മൂസിൻ പെരാരി ആ സെറ്റില് നോർത്തേൺ കേരള ബേസ് ചെയ്തുകൊണ്ടിട്ട് അവിടെ ഒരുപാട് സിനിമകൾ സംഭവിക്കും. സക്കറിയ അവരുടെ ടീമിൽ നിന്ന് ഒരുപാട് സിനിമകൾ സംഭവിക്കണം. അതിനും മേലെ ഇപ്പൊ സെന്ന ഹെഗ്ഡെ, രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ അവരുടെ കാസർഗോഡ് സെറ്റിൽ നിന്ന് ഒരുപാട് സിനിമകൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നിന്ന് മട്ടാഞ്ചേരിയിൽ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഗാലിദ് ബ്രദേഴ്സിന്റെ കയ്യിൽ നിന്ന് ആഷിഖ് അബു, ശ്യാം പുഷ്കരൻ ടീമിൽ നിന്ന് ഒരുപാട് സിനിമകൾ സംഭവിക്കുന്നുണ്ട്. അവിടുത്തെ കുറച്ചും കൂടി ഇറങ്ങി കഴിഞ്ഞപ്പോൾ കൊല്ലം ട്രിവാൻഡ്രം ഭാഗത്ത് ഈ വിപിൻ ദാസ് സെറ്റുകളിൽ നിന്ന് ഒരുപാട് സിനിമകൾ സംഭവിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിലും കോമൺ ആയിട്ട് അപ്പാനിയെ കണ്ടിട്ടില്ല. അപ്പാനിക്ക് അങ്ങനെ ഒരു ഗോ ടു ഗാങ് ഉള്ളതായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. എവിടെയെങ്കിലും സ്ഥിരമായിട്ടൊരു സെറ്റ് ഓഫ് ഫ്രണ്ട്സ് എല്ലാവരുടെയും കൂട്ടുകാരനായിരിക്കാം, അതൊരു സ്ഥലം സ്പെസിഫിക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സർക്കിളിൽ പോയിട്ട് അപ്പാനി എപ്പോഴും സിനിമകൾ ചെയ്യുന്നതും കണ്ടിട്ടില്ല. എന്താണ് അങ്ങനെ സംഭവിക്കാതിരുന്നത്? ആരും വിളിക്കാത്തതുകൊണ്ട്. അതായിരിക്കാം, ആരും വിളിക്കാത്തത് കൊണ്ടാണ്. വിളിച്ചാൽ അഭിനയിക്കാൻ പോകും. ആര് വിളിച്ചാലും ഞാൻ അഭിനയിക്കാം. അപ്പൊ എന്റെ ജോലി അഭിനയമാണ്, അല്ലാതെ ഒന്നുമല്ല. അപ്പം ആര് വിളിച്ചാലും ഇവരെല്ലാരും എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. ഇവരെല്ലാരും സിനിമകൾ ഞാൻ കാണാറുണ്ട്. ഇവരെല്ലാവരുടെയും ക്രിയേറ്റിവിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അപ്പം അവർ വിളിച്ചാലേ പോകാൻ പറ്റുള്ളൂ. പിന്നെ എനിക്കായിട്ട് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ടീമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഒറ്റന്തടിയാണ്. എനിക്ക് എന്റെ സിനിമകൾ, എനിക്ക് വരുന്ന സിനിമകൾ സുഹൃത്തുക്കളുണ്ട്. പിന്നെ ഉറപ്പായിട്ടും ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഞാൻ ഇപ്പൊ തിരുവനന്തപുരത്ത് നാടകം ചെയ്ത് വന്ന ഒരാളായത് കൊണ്ട് എനിക്ക് തിരുവനന്തപുരത്ത് ഒരുപാട് നാടക സുഹൃത്തുക്കളുണ്ട്. അവര് സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഞാൻ കാലടിയിലാണ് PG പഠിച്ചത്, നമ്മുടെ എറണാകുളത്ത്. അപ്പൊ ഇവിടെ എറണാകുളത്ത് കുറെ നാടക സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കൾ എല്ലായിടത്തും ഉണ്ട്, നല്ല സുഹൃത്തുക്കൾ എല്ലായിടത്തും ഉണ്ട് എനിക്ക്. അത് കൂടുതലും ഈ പറയുന്ന നാടകവും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാരും സിനിമകൾ ചർച്ച ചെയ്യുമ്പോ ഒക്കെ നമ്മൾ അതിൽ പെടാറുണ്ട്. പിന്നെ ഈ പറയുന്ന പേരുകളിലുള്ള ആൾക്കാരും എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കാത്തത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇവരോട് എല്ലാവരോടും അവസരം ചോദിച്ചിട്ടുണ്ട്. ഓരോ ബിബിൻചേട്ടനൊക്കെ എന്തോരം തവണ ഞാൻ വിളിച്ച അവസരം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് അവസരം തന്നിട്ടില്ല. അവസരം തന്നാൽ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ വൃത്തിയായിട്ട് പെർഫോം ചെയ്ത് ചെയ്യും. ഇനിയിപ്പോ ഏതായിരിക്കും തമിഴില് നോക്കുന്ന സിനിമ? നോക്കുന്നില്ല, ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് സെയോൺ എന്ന തമിഴ് മൂവിയാണ് ഇപ്പൊ ചെയ്യുന്നത്. ശിവാർത്തിയൻ സാറിന്റെ മൂവിയാണ് ഇപ്പം പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജ് കമൽ സാറിന്റെ പ്രൊഡക്ഷനിലാണ് ഇപ്പം നിലവിൽ. സ്റ്റിൽ എന്നെ അതിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ മുഴുവൻ അപ്ഡേഷനും ആയിട്ടില്ല. വർക്ക് ചെയ്യുന്നത് ആ സിനിമയിലാണ്. എന്താണ് ക്യാരക്ടർ എന്ന് ഇപ്പൊ റിവീൽ ചെയ്യാൻ പറ്റില്ല. എത്ര ദിവസം ഉണ്ട്? അതൊരു 3-4 മാസം ഉണ്ട്. 3-4 മാസം ഉണ്ട്. ഓൾറെഡി ഷൂട്ട് തുടങ്ങി. ഒരു 10 ഡേയ്സ് ഷൂട്ട് കഴിഞ്ഞുണ്ട്. എന്നാലും അതൊരു വലിയ ഒരു അച്ചീവ്മെന്റും കൂടിയായിട്ടാണല്ലോ പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നത്. അതായത് കമൽഹാസന്റെ പ്രൊഡക്ഷനിൽ അഭിനയിക്കാൻ പറ്റുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഗൈഡൻസിൽ ഒരു സിനിമയുടെ ഭാഗമാവുക എന്ന് പറയുന്നത് അവിടെ വലിയൊരു ബഹുമതിയായിട്ടും കൂടിയിട്ടാണ് വിചാരിക്കുന്നത്. പേഴ്സണലി ആ കോൾ വന്നപ്പോഴും നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വർഷിപ്പ് ചെയ്തിട്ടുള്ള സത്യം കോൾ വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. ആ കോൾ വന്നപ്പോൾ. കാര്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം അനന്തൻകാട് ഇറങ്ങുന്നതിന് മുമ്പാണ് ഈ കോൾ വരുന്നത്. അനന്തൻകാടിന് റിലീസ് ഡേറ്റ് ഒക്കെ ഫൈനൽ ചെയ്തു. അങ്ങനെ നിൽക്കുന്ന 2 മാസം മുമ്പാണ് ഇങ്ങനെ ഈ പടത്തിൽ നിന്ന് കോൾ വരുന്നത്.
വലിയ സന്തോഷം തോന്നി. ആ ഡയറക്ടർ അടിപൊളി ഡയറക്ടറാണ്, എൻ്റെ നല്ല സുഹൃത്തുമാണ് അദ്ദേഹം, നല്ല ടീമുമാണ്. തൈക്കളവിയുടെ ഡയറക്ടർ. ആ തായ്ക്കള ഡയറക്ടർ. പിന്നെ എനിക്ക് രാജ്കമൽ സാർ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ കരിയറിൽ ഒരു വീണ്ടും ഒരു ബെഞ്ച് മാർക്ക് നന്മ ഉണ്ടാവാൻ വേണ്ടി പോവാണ്.